മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് രാഹി. ഞങ്ങൾ മുതുകുളത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഏപ്രിൽ മാസമാണ് 2025. എൻ്റെ മോനൊരു സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും അവന് സർജറി കഴിഞ്ഞ് ആ റിസൾട്ട് വേരിയേഷൻ ബയോസിക്ക് അയച്ചപ്പോൾ എൻ്റെ മോൻ്റെ ശരീരത്തിൽ ചെറിയൊരു വേരിയേഷനുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം RCC കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയി. അവിടെ പോയി മോനെ കാണിച്ചു. അവർ പറഞ്ഞു വണ്ടാനത്ത് ചെയ്ത ടെസ്റ്റുകളൊന്നും ഇവിടെ എടുക്കില്ല, അവിടെ തന്നെ എല്ലാ ടെസ്റ്റുകളും നടത്തിയതിന് ശേഷം മാത്രമേ എന്തെങ്കിലും പറയത്തുള്ളൂ. അവിടെ നടത്തിയ ടെസ്റ്റിനകത്ത് ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് എല്ലാ ടെസ്റ്റുകളും നടത്തണം, പേടിക്കാനൊന്നുമില്ല, അവൻ്റെ എന്ത് ഉണ്ടെങ്കിലും നമുക്ക് ചികിത്സിച്ച് മാറ്റാം എന്ന് പറഞ്ഞു. കുറേ ടെസ്റ്റുകൾ നടത്തി വണ്ടാനത്തുനിന്ന് കൊണ്ടുപോയ റിസൾട്ട് ഒന്നും കൂടെ ബയോസിക്ക് അയച്ചു. അത് 21 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു റിസൾട്ടാകാൻ. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. ചേട്ടൻ്റെ 2 സുഹൃത്തുക്കൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നാളെ പള്ളിയിൽ പോകുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ നിങ്ങളും മാതാവിൻ്റെ അടുത്ത് വരണം, ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെയാണ് ഈ പള്ളിയിൽ വരുന്നത്. ഇവിടെ വന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു, തിരുവനന്തപുരത്തു നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നാളെ തന്നെ വരണമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ മോനെയും കൊണ്ട് പോയി. അപ്പോൾ ആദ്യം ചെന്നപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, ടോക്കൺ എടുത്ത ശേഷം മാത്രമേ അവിടെ കയറ്റത്തുള്ളൂ എന്നുള്ള കാര്യം. ഞങ്ങളവിടെ വീട്ടിൽ നിന്ന് 2 മണിയായപ്പോൾ ഇറങ്ങിയത്. അവിടെ വെളുപ്പിനെ ആയപ്പോൾ ചെന്നു. ഞങ്ങളവിടെ പോയി ഇരുന്നിട്ട് ഞങ്ങൾക്ക് ടോക്കൺ എടുക്കാത്തവരെ അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ മാറിയിരുന്നു. ഒരു 9 മണിയൊക്കെ ആയപ്പം അവിടുത്തെ സ്റ്റാഫുകളെല്ലാം വന്നു. ആദ്യം തൊട്ട് അവർ അവിടെ കയ്യിലുള്ള നേരത്തുള്ള റിസൾട്ട് വെച്ചവർക്കൊക്കെ ടോക്കൺ കൊടുത്തു. ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റത്തെ ടോക്കണാണ് കിട്ടിയത്, 95ാമത്തെ നമ്പർ. ഞാനപ്പോൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളാണ് ആദ്യം വന്നത്, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ടോക്കൺ എടുക്കുന്ന കാര്യം, ഞങ്ങളൊന്ന് കയറ്റി വിടുമോയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല, കയറ്റി വിടാൻ പറ്റത്തില്ല, എല്ലാം കുഞ്ഞുങ്ങളാണ്, വരുന്ന ക്രമം അനുസരിച്ച് മാത്രമേ കയറ്റി വിടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ കാശുരൂപം എടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മാതാവേ 20 പേരിൽ ഒരാൾ എൻ്റെ കുഞ്ഞിനെ ഒന്ന് വിളിക്കണേ, എൻ്റെ കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ല, അവൻ ഭയങ്കര നിർബന്ധവും വാശിയും കരച്ചിലും, അവൻ 1.5 വയസ്സേ ആയിട്ടുള്ളൂ, അവനെ ഒന്നും കൊണ്ട് കയറാൻ പറ്റണമെന്ന് പറഞ്ഞു. ഞാൻ രണ്ടാമതും ചെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. അന്ന് തന്നെ ഞങ്ങൾക്ക് മോൻ്റെ അവിടെയുള്ള സകല റിസൾട്ടും കിട്ടി. ഞങ്ങൾ മാതാവിനെ വിളിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ആ റിസൾട്ടും കൊണ്ട് ഡോക്ടറെ അടുത്തോട്ട് പോയി. ഡോക്ടർ നോക്കി കുറേ നേരം അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചതിന് ശേഷം എന്നെയും ഹസ്ബൻഡിനെയും ഞങ്ങൾ കുഞ്ഞിനെയും കൂടെ അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു മോൻ്റെ റിസൾട്ടിനകത്തെങ്ങും ഒരു കുഴപ്പവും ഇല്ല, അവനൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും അവിടെ നിന്ന് ഒരുപാട് കരഞ്ഞു, മാതാവിനെ വിളിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം വണ്ടാനത്ത് കാണിച്ച റിസൾട്ടിനകത്ത് തിരുവനന്തപുരത്ത് കാണിച്ചപ്പോഴും പറഞ്ഞു ചെറിയൊരു വേരിയേഷനുണ്ട്, അവന് ചികിത്സ വേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പോയി ബാക്കി ടെസ്റ്റുകളെല്ലാം ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്നു കാണിച്ചപ്പോഴത്തേക്കും അവൻ്റെ ശരീരത്തിൽ ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മോൻ്റെ ദേഹത്തുണ്ടായ ബാക്കി കുരുക്കളെല്ലാം ഞങ്ങൾ മാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ദിവസവും. അതിനുശേഷം ആ കുരുക്കളും എല്ലാം മാഞ്ഞു പോയി, അവൻ്റെ ദേഹത്തൊരു പാട് പോലും ഇപ്പോൾ ഇല്ല. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതും എല്ലാം മാതാവ് ശരിയാക്കി തന്നു. പിന്നീട് ഞങ്ങൾ സ്ഥിരമായി പള്ളിയിൽ വരികയും എല്ലാ മാസവും വരികയും മാതാവിന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പത്രങ്ങൾ മേടിച്ച് എല്ലായിടം കൊണ്ട് കൊടുക്കുകയും ചെയ്യും. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യും. ആഴ്ച ചോറ് വെച്ച് വണ്ടാന കായംകുളം ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കും. ഞങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങളെല്ലാം മാതാവിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മാതാവ് തന്ന ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കത് എല്ലാം ചെയ്യാൻ പറ്റുന്നത്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ഇനിയും ഞങ്ങൾ ഉടമ്പടി എടുക്കും, പ്രാർത്ഥിക്കും. ഞങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം കാലങ്ങൾ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും. മാതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഓരോരോ അനുഭവങ്ങൾ ഞങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയും പിന്നെ ഞാനും എൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് മാതാവിൻ്റെ പത്രം കൊണ്ട് കൊടുക്കുന്നവരോടൊക്കെ ഞങ്ങൾ പറയും മാതാവിനെ വിശ്വസിക്കുന്നവരെ ഒരിക്കലും മാതാവ് കൈവിടത്തില്ലെന്ന്. പുറപ്പാട് 15:26 നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. രാഖിമോൾ എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് തൻ്റെ കുഞ്ഞിന് വന്ന ഒരു രോഗാവസ്ഥയിൽ അത് ആപത്കരമായ രീതിയിൽ ഡോക്ടർമാർ പരിശോധന റിസൾട്ട് പറയുമ്പോൾ അമ്മയുടെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത്
പൂർണ്ണമായും അമ്മ മാതാവിന് തൻ്റെ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ അടുത്ത ദിവസം ആശുപത്രിയിൽ ചെല്ലുമ്പോൾ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിൻ്റെ സന്തോഷമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ അനേക രോഗികൾ കർത്താവിനെ സമീപിക്കുന്നത് സുവിശേഷത്തിൽ നാം ഓരോ ദിവസവും വായിക്കുന്നതാണ്. യേശുവിൻ്റെ രോഗികളുടെ മേൽ അവൻ കൈകൾ വയ്ക്കുമ്പോൾ, ഒരു വേള അവൻ നടന്നു പോകുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെടുമ്പോൾ, അവൻ ഒരു വേള വാക്കുച്ചരിക്കുമ്പോൾ, ഒന്ന് കണ്ണുകളിൽ നോക്കുമ്പോൾ രോഗികൾ സൗഖ്യപ്പെടുന്നത് വചനത്തിൽ നാം എന്നും ധ്യാനിക്കുന്ന വിഷയമാണ്. അതേ കർത്താവ് ഇന്നും ജീവനോടെ നമ്മുടെ ഇടയിൽ വസിക്കുകയും കുദാശകളിലൂടെ നമ്മുടെയൊക്കെ നവജീവൻ പകരുകയും ചെയ്യുന്നു. അതേ കർത്താവിൻ്റെ തിരുരക്തത്തിൽ ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് രോഗക്ലേശങ്ങളെ ആഗ്രഹിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമ്മ തിരുക്കുമാരൻ്റെ മേലുള്ള തൻ്റെ സ്വാധീനവും അധികാരവും ഉപയോഗിച്ച് അമ്മയെ തേടിവരുന്ന മക്കളുടെ ജീവിത വിഷയങ്ങളെ, രോഗക്ലേശങ്ങളെ മകനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മകൻ്റെ അനുഗ്രഹത്തിൻ്റെയും ആശീർവാദത്തിൻ്റെയും കൃപയാൽ ജീവിത വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവിൻ്റെ സംരക്ഷണവും ഈശോയുടെ അനുഗ്രഹവും ഏത് രോഗക്ലേശത്തിൽ നിന്നും സൗഖ്യപ്പെടുത്തുന്ന അനുഭവമായി മാറുന്നുവെന്ന് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു അക്രൈസ്തവ കുടുംബമാണ്. ജീവിതം വല്ലാതെ വേദനിച്ച, ആരും രക്ഷിക്കുവാനില്ലാത്ത വിധം വിഷമിച്ച, എവിടെ പോകണമെന്നറിയാതെ നിലപെട്ടു നിന്ന നിമിഷങ്ങളിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് അമ്മയുടെ അരികിലെത്തി പൂർണ്ണമായി അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് ആ കുഞ്ഞിനെയും രോഗാവസ്ഥയെയും കൊടുത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ അമ്മയുടെ അരികിൽ വന്നു എന്നതിൽ മാത്രമല്ല, അവിടെ എന്താണ് ഉടമ്പടിയിൽ നിന്ന് മനസ്സിലാക്കിയത് അത് ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും വിശ്വസ്തതയിൽ നിർവഹിക്കുവാനും കുടുംബം ശ്രദ്ധിച്ചു എന്നതിൻ്റെ അടയാളമാണ് കുടുംബത്തിൽ മക്കൾ ഒരുമിച്ച് ചേർന്ന് ആ കൃപാസനം പത്രം കൊടുക്കുന്നതിന്, പ്രാർത്ഥനകൾ ചൊല്ലുന്നതിന്, ആ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഈ കുടുംബം സന്നദ്ധമാവുന്നു എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ എളിയവരുടെ പ്രാർത്ഥന അവിടുന്ന് വേഗം കേൾക്കുന്നു, കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് വേഗം കേൾക്കുന്നു, നിഷ്കളങ്കരുടെ പ്രാർത്ഥനയ്ക്ക് വേഗം ഫലസിദ്ധി ഉണ്ടാവുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് അല്പകാലം മാത്രമേ ഈശോയെയും അമ്മ മാതാവിനെയും അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂവെങ്കിലും ഈശോയെ തേടി വരുന്നവരെ ഈശോ കരം നീട്ടി അനുഗ്രഹിച്ച് ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ എൻ്റെ സ്വന്തമാണ്, നിൻ്റെ ജീവിത വിഷയത്തിന്മേൽ എനിക്ക് മാത്രം ലോകത്തിൽ പരിഹാരം തരാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് പൂർണ്ണ സൗഖ്യം നൽകി ഈ കുടുംബത്തെ, ഈ കുഞ്ഞിനെ സംരക്ഷിച്ച സാക്ഷ്യം. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.